Hi friends, Namaskaram. Welcome to Rich's Creation. Be happy always. ഞാൻ സുഖമായിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ചെയ്യാൻ പോണ രസം ടൊമാറ്റോ രസമാണ്. തക്കാളി രസം സൗത്ത് ഇന്ത്യൻ ഡിഷിൽ ലഞ്ചിന് നമ്മൾ എപ്പോഴും ഈ ഡിഷ് ഉണ്ടാവും. സൂപ്പായിട്ട് നമുക്ക് കുടിക്കാം. വളരെ ടേസ്റ്റിയായ രസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇൻസ്റ്റൻറ്റ് ടൊമാറ്റോ രസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തക്കാളിയും പുളിയും ബോയിൽ ചെയ്ത് വെച്ചതാണ് ഫിൽട്ടർ ചെയ്തിട്ട്. കുരുമുളക് 1 ടേബിൾ സ്പൂൺ, ജീരകം 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗാർലിക് ചതച്ചത്, ഗ്രീൻ ചില്ലി 2 എണ്ണം സ്ലൈസ് ചെയ്തത്, കരിവേപ്പില, മല്ലിയില, കടുക് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്, കായപ്പൊടി, ഉപ്പ്. ഇതൊക്കെയാണ് നമുക്ക് രസത്തിന് വേണ്ടി ഇൻഗ്രീഡിയൻസ്. ഓക്കെ, നമുക്കിനി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എങ്ങനെയാണ് തക്കാളിയും പുളിയും ഞാൻ ബോയിൽ ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ആദ്യം ഒരു പാൻ എടുത്തോളൂ. അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ചേർത്തോളൂ. അതിൽ 5 തക്കാളി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ലെമൺ സൈസ് പുളി, അത് നന്നായിട്ട് 5 മിനിറ്റ്സ് ബോയിൽ ചെയ്തെടുത്തോളൂ. എടുത്ത ശേഷം നന്നായിട്ട് ആറാൻ വെക്കണം. നന്നായിട്ട് ആറിയ ശേഷം നമുക്ക് അതിലുള്ള തക്കാളിയിലുള്ള തൊലി മുഴുവനും പീൽ ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്ക്. വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാവും രസം. ഞങ്ങളുടെ വീട്ടിൽ ഡെയിലി ഞങ്ങൾ രസം ഉണ്ടാക്കും. നിർബന്ധമാണ് രസം. വളരെ ടേസ്റ്റിയായ രസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഞാൻ തക്കാളി മുഴുവനും അതിൻ്റെ തോല് മാറ്റിയിട്ടുണ്ട്, പീൽ ചെയ്തെടുത്തു. ഇനി നമുക്ക് തക്കാളിയും പുളിയും കൂടെ നമുക്ക് നന്നായിട്ട് സ്മാഷ് ചെയ്യാം. കയ്യിൽ സ്മാഷ് ചെയ്യണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് തക്കാളി മാത്രം തനിയെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും ഗ്രൈൻഡ് ചെയ്യാറില്ല, ഇതുപോലെ ചെയ്യുള്ളൂ. കയ്യിൽ നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് പുളി മാത്രം, അതിലുള്ള പുളി നന്നായിട്ട് സ്മാഷ് ചെയ്ത ശേഷം നമുക്ക് മാറ്റിയെടുക്കണം അതിന്ന്. ഓക്കെ, തക്കാളിയും പുളിയും നന്നായിട്ട് സ്മാഷ് ചെയ്തു. ഇനി അതിലുള്ള പുളി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഓക്കെ, ഒരു ബൗളിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതുപോലെ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാകും രസം മാത്രം മതി നമുക്ക്. സാമ്പാറൊന്നും ആവശ്യമില്ല. എങ്ങനെ രസം വെച്ചാൽ എല്ലാവരും കഴിച്ച് നോക്കണം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുരുമുളക് പൊടി പെപ്പർ പൗഡർ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകപ്പൊടി 1 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോൾട്ട് ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്തോളൂ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തോളൂ. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സൈഡ് എടുത്ത് വയ്ക്കാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് സ്ലൈസ് ചെയ്ത് 2 എണ്ണം, വെളുത്തുള്ളി ചതച്ചത് കുറച്ച്, 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടി. എന്നിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച രസം ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
വളരെ ടേസ്റ്റിയായ രസമാണ്. രസം എപ്പോഴും ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. രസം തിളച്ച് വരുമ്പോൾ നമുക്കതിനെ ഓഫ് ചെയ്ത് കൊടുക്കണം. സോ നമ്മുടെ രസം നന്നായിട്ട് ചൂടാവട്ടെ, കുക്കാവട്ടെ. 5 മിനിറ്റ്സിൽ നമുക്ക് രസം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 5 മിനിറ്റ്സും കൂടെ വേണ്ടി വരും. തക്കാളിയും പുളിയും കൂടെ ഒന്ന് 5 മിനിറ്റ്സ് തിളപ്പിച്ച് ആറിയ ശേഷം അതിനെ ഫിൽട്ടർ ചെയ്ത് എടുത്തിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്ത ശേഷം നമുക്ക് താളിച്ചെടുത്താൽ രസം റെഡി. ഓക്കെ, നമ്മുടെ രസം ചൂടായി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയായ രസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തക്കാളി രസം. ഉപ്പ് പോരാ, സോ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്തോളൂ. ഓക്കെ, നമ്മുടെ രസം റെഡി. സ്റ്റാർട്ട് ബോയിലാവാൻ തുടങ്ങി. രസം നമുക്ക് സൂപ്പായിട്ടും കുടിക്കാം. ഈ രസം ചെയ്ത് കുടിച്ചു നോക്കൂ. സൂപ്പ് പോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇൻസ്റ്റൻ്റായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന രസമാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ടൊമാറ്റോ രസം. തിളച്ച് വരുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. രസം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ ലഭിക്കണം. അടുത്തുള്ള ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. എല്ലാവരും ഫസ്റ്റ് ടൈം കാണുന്ന വ്യൂവേഴ്സ് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. ഓക്കെ, രസം തിളച്ചു. അതിലേക്ക് നമുക്ക് മല്ലിയില, കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ രസം റെഡി. രസം എപ്പോഴും ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. തിളച്ചത് നമുക്ക് ഓഫ് ചെയ്യണം സ്റ്റൗ. ഓക്കെ, നല്ല മണം വരുന്നുണ്ട്. വളരെ ടേസ്റ്റിയായ രസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റി ടൊമാറ്റോ രസം ഇസ് റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ ലഭിക്കണം. ഇനി നല്ലൊരു റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം. Be good and do good. Take care. Thank you. Bye. Keep smiling, everyone.